എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു നാടൻ പലഹാരമായ കുഴക്കട്ടയാണ്. പൊട്ടിപ്പോകാതെ രാവിലെ ഉണ്ടാക്കിയ കുഴക്കട്ട വൈകുന്നേരമായാലും നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്നതും തേങ്ങയൊന്നും വിളയിക്കാതെ രണ്ട് രീതിയിൽ തയ്യാറാക്കിയിരിക്കുന്ന കുഴക്കട്ടയാണ്. ഒന്ന് വന്നിട്ട് സ്വീറ്റ് ആയിട്ടുള്ളതും മറ്റൊന്ന് വന്നിട്ട് ഉഴുന്നൊക്കെ ചേർത്തിട്ട് കുറച്ചൊരു സ്പൈസി ആയിട്ടുള്ള ഫില്ലിങ് ചേർത്തിട്ട് തയ്യാറാക്കുന്ന കുഴക്കട്ടയാണ്. അപ്പോൾ ഈ ഒരു വിനായക ചതുർത്ഥിയൊക്കെ വരുന്ന ദിവസങ്ങളിൽ നമുക്ക് ഗണപതി ഭഗവാനെ നേദിക്കാനൊക്കെ ഇതുപോലെ കുഴക്കട്ടയൊക്കെ തയ്യാറാക്കാറുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായി കാണുക. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് എൻ്റെ ഒരു റെസിപ്പീസ് ഒക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ കുഴക്കട്ട തയ്യാറാക്കാനായിട്ട് നമുക്ക് ആദ്യം തന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്തെടുക്കാനുണ്ട്. അതിലാദ്യമായിട്ട് നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള മാവ് ഒന്ന് തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു വലിയൊരു പാത്രത്തിലേക്ക് ഞാനിപ്പോൾ ഇവിടെ ഒരു 3 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതായത് ഞാനിപ്പോൾ ഇവിടെ 2 കപ്പ് അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. 2 കപ്പ് അരിപ്പൊടിക്ക് 3 കപ്പ് വെള്ളം. അതായത് 1 കപ്പ് അരിപ്പൊടിക്ക് 1.5 കപ്പ് വെള്ളം. ആ ഒരു പ്രൊപ്പോർഷനിലാണ് ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത്. വെള്ളമെല്ലാം നല്ലപോലെ ഒന്ന് തിളച്ച് വരുന്നുണ്ട്. ഈ സമയം ഞാൻ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നെയ്യ് ചേർക്കുന്നതുകൊണ്ട് തന്നെ നമ്മുടെ കുഴക്കട്ടയ്ക്ക് വന്നിട്ട് നല്ലൊരു ടേസ്റ്റും മണവും അതുപോലെ തന്നെ നമുക്കിത് പരത്തിയെടുക്കാനൊക്കെ വളരെ സിമ്പിളായിരിക്കും. പൊട്ടിയൊന്നും പോവാതെ നല്ല സിമ്പിളായിട്ട് നമുക്കിത് റെഡിയാക്കി എടുക്കാൻ പറ്റും. അതോടൊപ്പം തന്നെ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഈ സമയം ചേർത്ത് കൊടുക്കണം. അപ്പോൾ ആ വെള്ളമെല്ലാം ഇവിടെ നല്ലപോലെ ഒന്ന് തിളച്ച് വരുന്നുണ്ട്. ഞാനിപ്പോൾ ഇവിടെ സ്റ്റവ് ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ഇതിലേക്ക് നമുക്ക് നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ പൊൻകതിരിൻ്റെ അരിപ്പൊടിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതൊരു പ്രൊമോഷനോ കാര്യങ്ങളോ ഒന്നുമല്ല. ഞാൻ ഏത് പൊടിയാണോ യൂസ് ചെയ്തിരിക്കുന്നത് അതൊന്ന് പറഞ്ഞു എന്ന് മാത്രം. 2 കപ്പ് അരിപ്പൊടിയാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. കുറേശ്ശെയായിട്ട് കട്ടകളൊന്നും ഇല്ലാതെ ഇളക്കി കൊടുത്തോണ്ടേ ചേർത്ത് കൊടുക്കുക. അരിപ്പൊടി മുഴുവനായിട്ട് ചേർത്ത് ഒന്ന് മിക്സ് ആയതിനു ശേഷം ഞാനിപ്പോൾ ഇവിടെ സ്റ്റവ് ഓഫ് ചെയ്തിരിക്കുകയാണ്. ഇനിയിപ്പോൾ നമുക്കിത് ആ ഒരു തവിയുടെ ബാക്ക് സൈഡൊക്കെ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നല്ലപോലെ ഒന്ന് മിക്സ് ആയി കഴിഞ്ഞാൽ ഉടൻ തന്നെ നമുക്ക് ഈ ഒരു മാവെല്ലാം വേറൊരു പാത്രത്തിലേക്ക് മാറ്റണം. അല്ലെന്നൊരിക്കൽ ആ ഒരു പാത്രത്തിൻ്റെ ചൂടിലിരുന്നിട്ട് ഇത് ഹാർഡായി പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിത് നല്ലപോലെ മിക്സ് ആയതിനു ശേഷം ഉടൻ തന്നെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റുക. അപ്പം ഞാൻ ഇതെല്ലാം ഇവിടെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് തണുത്തതിന് ശേഷം കൈ കൊണ്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് തന്നെ നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള ഫില്ലിങ്സ് തയ്യാറാക്കിയെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 2 തരത്തിലുള്ള ഫില്ലിങ്സ് ആണ് തയ്യാറാക്കാൻ പോകുന്നത്. ഒന്ന് വന്നിട്ട് നല്ല സ്വീറ്റ് ആയിട്ടുള്ള ഒരെണ്ണവും പിന്നെ ഒന്ന് വന്നിട്ട് കുറച്ചൊരു സ്പൈസി ആയിട്ടുള്ള ഒരു ഫില്ലിങ്ങുമാണ് തയ്യാറാക്കിയെടുക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ സ്പൈസി ആയിട്ടുള്ള ഫില്ലിങ് തയ്യാറാക്കാനായിട്ട് ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് 1/2 കപ്പ് ഉഴുന്നാണ്. ഇത് വന്നിട്ട് ഞാൻ നല്ലപോലെ കഴുകി ക്ലീൻ ചെയ്തതിന് ശേഷം ഒരു 2 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇതുപോലെ ഒരു അരിപ്പയിലേക്ക് ഒരു അരമണിക്കൂർ ഒന്ന് മാറ്റിയിട്ടുണ്ട്. ആ ഒരു വെള്ളത്തിൻ്റെ അംശമൊന്നും ഇതിലേക്ക് അധികം ഉണ്ടാവാൻ പാടില്ല. അതുകൊണ്ടാണ്. ഇനിയിപ്പോൾ ഞാനിവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ കാശ്മീരി മുളകാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഒരു പച്ചമുളകും കൂടെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് ഉഴുന്ന് ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം. ഇനി ഇത് വെള്ളം ഒന്നും ഒഴിക്കാതെ കണ്ട് ഒന്ന് പൾസ് ചെയ്തെടുക്കുക. അതായത് ചെറുതായിട്ടൊന്ന് ചതഞ്ഞ് വന്നാൽ മതി. അരഞ്ഞു പോകരുത് ഉഴുന്ന്. ചെറുതായിട്ട് ഇങ്ങനെ കടിക്കാനൊക്കെ കിട്ടണം. അപ്പോൾ അതുകൊണ്ട് 1-2 തവണ ഒന്ന് പൾസ് ചെയ്തെടുത്താൽ മതിയാകും. ഇതുപോലെ ഒന്ന് നല്ലപോലെ പൾസ് ചെയ്തെടുക്കുക. കണ്ടില്ലേ, ഇതിപ്പോൾ ഒരുപാട് അങ്ങനെ അരഞ്ഞൊന്നും പോയിട്ടില്ല. ഈ ഒരു പരുവത്തിലാണ് നമുക്ക് ഉഴുന്ന് വേണ്ടത്. ഇനിയിപ്പോൾ നമുക്കിതൊന്ന് ആവി കയറ്റിയെടുക്കണം. അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു ഇഡ്ഡലി തട്ട് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ഉഴുന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ ഒരു ഉഴുന്നൊക്കെ വെച്ചിട്ട് തയ്യാറാക്കുന്നതുകൊണ്ട് ഇതിന് ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല എന്നുള്ള വിചാരം വേണ്ട. വളരെ ടേസ്റ്റി ആയിട്ടുള്ളതും എന്നാൽ നല്ല ഹെൽത്തി ആയിട്ടുള്ളതുമായ ഒരു ഫില്ലിംഗ് ആണിത്. ഇത് ഒരു തവണ ഉണ്ടാക്കി കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും നമ്മൾ ഇതുപോലെ തന്നെ ഉണ്ടാക്കി കഴിക്കും. അത്ര ടേസ്റ്റിയാണ്. ഇനിയിപ്പോൾ നമുക്കിത് ഒരു 10-20 മിനിറ്റ് നല്ലപോലെ ഒന്ന് ആവി കയറ്റിയെടുക്കണം. ഞാനിപ്പോൾ ഇത് ഇഡ്ഡലി ചെമ്പിലേക്ക് വെക്കാൻ പോവാണ്. അപ്പോൾ ഉഴുന്നെല്ലാം നല്ലപോലെ ഒന്ന് വെന്ത് വരട്ടെ. ആ ഒരു സമയം കൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ സ്വീറ്റ് ആയിട്ടുള്ള ഫില്ലിങ്ങും കൂടി ഒന്ന് തയ്യാറാക്കിയെടുക്കാം. അത് വളരെ സിമ്പിളാണ് കേട്ടോ. ഞാൻ നേരത്തെ ഒരു അടയുടെ റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു വീഡിയോയിൽ ഞാൻ ഇതിൻ്റെ റെസിപ്പി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കാണാത്തവർക്ക് ഞാൻ ഒന്നും കൂടി പറയുന്നു എന്ന് മാത്രം. ഞാനിപ്പോൾ ഇവിടെ ഒരു മുറി തേങ്ങ തിരുവിയത് എടുത്തിട്ടുണ്ട്.
ഇതിലേക്ക് നമുക്ക് ഒരു 1.5 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കണം. അതോടൊപ്പം തന്നെ നമുക്കിതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ ശർക്കരപ്പൊടി ചേർത്ത് കൊടുക്കാം. ശർക്കരപ്പൊടി ഇപ്പം നമുക്ക് മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആണ്. ഓർഗാനിക് ആയിട്ടുള്ള ശർക്കരപ്പൊടിയാണ്. അഴുക്കോ മണ്ണോ കല്ലോ ഒന്നും ഉണ്ടാവില്ല. അപ്പം അതുകൊണ്ട് തന്നെ നമുക്കിത് ഡയറക്റ്റ് ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണം. ഇതിപ്പോൾ ഞാൻ ഏലക്കയും പഞ്ചസാരയും കൂടെ ഒന്ന് പൊടിച്ച് വെച്ചിട്ടുള്ളതാണ്. ഇനി ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക. എന്നാൽ മാത്രമേ ആ ഒരു തേങ്ങയിൽ നിന്നുള്ള തേങ്ങാപ്പാലൊക്കെ ഇറങ്ങി വന്ന് നമ്മുടെ ആ ഒരു ശർക്കരയും എല്ലായിട്ടൊന്ന് യോജിച്ച് ഈ ഒരു പരുവത്തിൽ വേണം നമുക്ക് റെഡിയാക്കി എടുക്കാനായിട്ട്. അപ്പം ഇത് വന്നിട്ട് സിമ്പിൾ ആയിട്ടുള്ളൊരു ഫില്ലിംഗ് ആണ്. നമുക്കിത് വെച്ചിട്ട് അടയൊക്കെ തയ്യാറാക്കാൻ പറ്റും. തേങ്ങയൊന്നും വിളയിക്കാതെ സ്വീറ്റ് ആയിട്ടുള്ള ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ ഉഴുന്ന് ഒന്ന് നോക്കാം. ഞാനിപ്പോൾ ഇത് ആവി കയറ്റാൻ വെച്ചിട്ട് ഏകദേശം ഒരു 20-25 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. അതായത് ആയിട്ടുണ്ട്. നമുക്കിത് മനസ്സിലാവുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്കൊരു ഫോർക്കോ കത്തിയൊക്കെ വെച്ചിട്ടോ ഒന്നിങ്ങനെ കുത്തി നോക്കുമ്പോഴത്തേക്കും അതിലിങ്ങനെ മാവ് പറ്റി പിടിച്ചിട്ടുണ്ടാവില്ല. നമ്മൾ കേക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ നോക്കാറില്ലേ, അതുപോലെ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും. ഇതിപ്പോൾ ആയിട്ടുണ്ട്. ഞാനിപ്പോൾ ഇവിടെ സ്റ്റവ് ഓഫ് ആക്കുകയാണ്. ഇത് നമുക്ക് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി ഇത് നമുക്ക് നല്ലപോലെ ഒന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ആ ഒരു സമയം കൊണ്ട് തന്നെ നമുക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കുഴക്കട്ടയുടെ മാവ് ഒന്ന് നല്ലപോലെ കുഴച്ചെടുക്കണം. അപ്പം ഞാൻ ദാ ഇവിടെ കയ്യിൽ ഒരല്പം നെയ്യ് തേച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മാവിൽ നിന്നും കുറച്ച് മാവ് ഞാൻ ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇത് നല്ലപോലെ ഒന്ന് കൈകൊണ്ട് മിക്സ് ചെയ്തെടുക്കുക. നമ്മൾ പത്തിരിക്കൊക്കെ കുഴയ്ക്കാറില്ലേ, ആ ഒരു പരുവത്തിൽ നമുക്ക് ഈ ഒരു മാവ് കുഴച്ചെടുക്കണം. ഈ ഒരു മാവിന്റെ പരുവം കറക്റ്റ് ആയാൽ മാത്രമേ നമ്മുടെ കുഴക്കട്ടയൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കത്തുള്ളൂ. അപ്പം അതുകൊണ്ട് നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കുക. കട്ടകളൊന്നും ഒട്ടും തന്നെ ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ ഇതാ നമ്മുടെ മാവ് ഞാനിവിടെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയും കൂടി ഒന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ കുഴക്കട്ടയ്ക്ക് വേണ്ട മാവെല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിപ്പോൾ ഇത് നല്ല സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതൊന്ന് മാറ്റി വെക്കാം. അപ്പോൾ ഇത് വന്നിട്ട് നല്ലപോലെ അടച്ചു വെക്കണം, അല്ലാന്ന് വരികിൽ പെട്ടെന്ന് ഹാർഡായി പോവും. അപ്പോൾ ഈ ഒരു മാവ് കുഴയ്ക്കുന്ന സമയം കൊണ്ട് തന്നെ നമ്മൾ നേരത്തെ തണുക്കാനായിട്ട് മാറ്റി വെച്ച് ഉഴുന്നിന്റെ ആ ഒരു ഫില്ലിങ് നല്ലപോലെ തണുത്ത് വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ ഇത് ചെറിയ ചെറിയ പീസസ് ആയിട്ടൊന്ന് കട്ട് ചെയ്തിട്ടു, കാരണം ഇത് പെട്ടെന്ന് തണുക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത്. ഇനി ഇത് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. കാരണം നമുക്ക് ഇങ്ങനെയല്ല, കുറച്ചൊരു പൊടി പൊടിയായിട്ടാണ് നമുക്കിത് വേണ്ടത്. അപ്പം അതുകൊണ്ട് തന്നെ നമുക്കിത് ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. ഇനി ഇത് നമുക്ക് ഒന്ന് പൾസ് ചെയ്തെടുക്കണം. അപ്പം തന്നെ ഇത് നല്ലപോലെ ഒന്ന് പൊടിഞ്ഞു കിട്ടും. അപ്പം ദാ ഈ ഒരു പരുവത്തിലാണ് നമുക്ക് നമ്മുടെ ഉഴുന്ന് കിട്ടേണ്ടത്. ഇതിപ്പോൾ മിക്സിയുടെ ജാറിലിട്ട് 1-2 തവണ ഒന്ന് പൾസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ കിട്ടും. ഇനി നമുക്കിത് ഒന്ന് താളിച്ചെടുക്കണം. അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. പാൻ ചൂടായി വരുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണയെല്ലാം നല്ലപോലെ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുകെല്ലാം നല്ലപോലെ പൊട്ടി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില ഇട്ട് കൊടുക്കണം. അതോടൊപ്പം തന്നെ ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചിയും ഒരു 2-3 പച്ചമുളകും കൂടി നല്ലപോലെ ഒന്ന് ചോപ്പ് ചെയ്തത് ചേർത്ത് കൊടുക്കണം. അതിനുശേഷം നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ അളവിൽ കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. കായപ്പൊടിയെല്ലാം നല്ലപോലെ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ചിരിക്കുന്ന ആ ഒരു ഉഴുന്ന് ഫില്ലിങ്ങും കൂടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കണം. ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ സ്റ്റവ് ഓഫ് ആക്കി കഴിഞ്ഞു. കായപ്പൊടിയൊക്കെ നല്ലപോലെ ചൂടായതിനു ശേഷം സ്റ്റവ് ഓഫ് ചെയ്തേക്കണം. ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഉഴുന്ന് ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫില്ലിംഗ് ആണിത്. പിന്നെ നിങ്ങൾക്ക് ഇതിലേക്ക് വേണമെന്ന് വരികിൽ ഒരല്പം തിരുവിയ തേങ്ങ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് തേങ്ങയൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല, കാരണം നമ്മൾ ഇതിലേക്ക് തേങ്ങ ചേർത്തിട്ടുള്ള ഒരു സ്വീറ്റ് ഫില്ലിംഗ് ഓൾറെഡി ചെയ്യുന്നുണ്ട്, അതുകൊണ്ടാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് നമ്മുടെ കുഴക്കട്ട തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ കയ്യിൽ കുറച്ച് നെയ്യൊന്ന് കയ്യിൽ തേച്ച് പിടിപ്പിക്കുന്നുണ്ട്. മാവ് കയ്യിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാനൊക്കെ സഹായിക്കും. ഇനിയിപ്പോൾ നമുക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന മാവിൽ നിന്നും കുറച്ച് മാവെടുത്ത് ഇതുപോലൊരു ബോൾ ഷേപ്പിലൊന്ന് ഉരുട്ടിയെടുക്കണം. ഞാനിപ്പോൾ ഈ ഒരു അളവിലാണ് മാവെടുത്തിരിക്കുന്നത്. അതിനുശേഷം ഇതിൻ്റെ നടുക്കായിട്ട് ഇതുപോലൊരു ഹോൾ ഇട്ട് കൊടുക്കുക. അത് കഴിഞ്ഞ് ഇതുപോലെ ഇതിൻ്റെ സൈഡെല്ലാം ഒരേപോലെ ഒന്ന് പരത്തിയെടുക്കണം. ഈ ഒരു രീതിയിൽ വേണം ചെയ്തെടുക്കാനായിട്ട്. വളരെ സാവധാനം ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് നല്ലൊരു ഷേപ്പിൽ ആക്കിയെടുക്കാൻ പറ്റും. കണ്ടില്ലേ, ഇതിപ്പോൾ നമുക്കൊരു പാത്രം പോലെ ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ ഫില്ലിങ് ഏതാണോ അത് വെച്ച് കൊടുക്കാം. അതിനുശേഷം ഇതുപോലെ ഇതിൻ്റെ അരികെല്ലാം നല്ല പോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം.
ഇതാ കണ്ടില്ലേ, ഇതുപോലെ നന്നായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുക. അതിനുശേഷം ഇതുപോലെ ഒരു ബോൾ ഷേപ്പിൽ ഉരുട്ടിയെടുക്കണം. ഇതാ കണ്ടില്ലേ, നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള കുഴക്കട്ട നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതുപോലെ തന്നെ നമുക്ക് അടുത്ത കുഴക്കട്ട തയ്യാറാക്കി എടുക്കാം. അപ്പോൾ ഓരോ പ്രാവശ്യവും നമ്മൾ ഈ മാവ് എടുക്കുന്നതിന് മുൻപായിട്ട് കയ്യിൽ കുറച്ച് നെയ്യ് തേക്കുന്നത് നല്ലതായിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കാനായിട്ട് വളരെ എളുപ്പമായിരിക്കും. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ കുഴക്കട്ട തയ്യാറാക്കുന്ന പോലെ ചെയ്യാൻ പാടാണെങ്കിൽ നമ്മൾ സാധാരണ അടയൊക്കെ തയ്യാറാക്കുന്ന പോലെ വേണമെങ്കിൽ നമുക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. പിന്നെ നമുക്ക് ഇതിൻ്റെ മോദകത്തിൻ്റെ മോൾഡൊക്കെ നമുക്കിപ്പം മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അത് വാങ്ങിച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ ഇതുപോലെ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇതാ നമ്മുടെ ആദ്യത്തെ ബാച്ച് കുഴക്കട്ടയെല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് ആവി കയറ്റാനായിട്ട് വെക്കാം. ഞാനിപ്പോൾ ഈ ഒരു അരിപ്പയിൽ ഒരു ഇല ഇട്ടതിന് ശേഷം അതിലാണ് കുഴക്കട്ടയെല്ലാം നിരത്തി വെച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇഡ്ഡലി ചെമ്പിൻ്റെ ആ ഒരു താഴത്തെ തട്ട് കിട്ടുമല്ലോ, ആ ഒരു തട്ടിൽ ഇതുപോലെ ഒരു ഇല ഇട്ടതിന് ശേഷം കുഴക്കട്ട ആവി കയറ്റി എടുക്കാവുന്നതാണ്. ഞാൻ കുഴക്കട്ട തയ്യാറാക്കുന്ന സമയത്ത് തന്നെ ഇഡ്ഡലി ചെമ്പിൽ വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഇത് നമുക്ക് ഇഡ്ഡലി ചെമ്പിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി ഇത് നമുക്ക് പാത്രം അടച്ചു വെച്ച് ഒരു 15 മുതൽ 20 മിനിറ്റ് വരെ നല്ലപോലെ ഒന്ന് ആവി കയറ്റിയെടുക്കണം. അപ്പോൾ ഇതൊന്ന് റെഡി ആവട്ടെ. ആ ഒരു സമയം കൊണ്ട് തന്നെ നമുക്ക് ബാക്കി കുഴക്കട്ടയും കൂടെ ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ആദ്യത്തെ ബാച്ച് കുഴക്കട്ട എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റുകയാണ്. ഇനിയിപ്പോൾ നമ്മുടെ അടുത്ത ബാച്ച് കുഴക്കട്ട നമുക്ക് ആവി കയറ്റാനായിട്ട് വെക്കാം. ഇതിപ്പോൾ നല്ലപോലെ തണുത്തതിന് ശേഷമാണ് ഞാനിപ്പോൾ ഇതൊന്ന് കട്ട് ചെയ്ത് കാണിക്കുന്നത്. കണ്ടില്ലേ, നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കുഴക്കട്ട നമുക്കിവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഉഴുന്നിൻ്റെ ഫില്ലിംഗ് വെച്ചിട്ടുള്ള കുഴക്കട്ട ഒരു തവണയെങ്കിലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. വളരെ ഹെൽത്തി ആയിട്ടും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കുഴക്കട്ടയാണിത്. ഒരു തവണ ഇതുപോലെ ഉണ്ടാക്കി കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും ഇതേപോലെ തന്നെ നിങ്ങൾ തയ്യാറാക്കും, കാരണം അത്ര ടേസ്റ്റിയാണ്. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ബാച്ച് കുഴക്കട്ടയും റെഡിയായി കഴിഞ്ഞു. ഇതിപ്പോൾ വന്നിട്ട് നമ്മുടെ സ്വീറ്റ് ഫില്ലിംഗ് വെച്ചിട്ടുള്ള കുഴക്കട്ടയാണ്. ഇതും ഞാൻ ദാ ഇപ്പോൾ ഇവിടെ കട്ട് ചെയ്ത് കാണിക്കുന്നുണ്ട്. കണ്ടോ, നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള കുഴക്കട്ട നമുക്കിവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ആ ഒരു കുഴക്കട്ടയ്ക്ക് വേണ്ടിയിട്ട് തയ്യാറാക്കുന്ന മാവിൻ്റെ ആ ഒരു പരുവമാണ് നമ്മുടെ കുഴക്കട്ട സോഫ്റ്റ് ആക്കുന്നത്. നല്ലപോലെ കുഴച്ച് കഴിഞ്ഞാൽ കുഴക്കട്ട നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും. രാവിലെയൊക്കെ ഉണ്ടാക്കുന്ന കുഴക്കട്ട വൈകുന്നേരമായാലും നല്ല സോഫ്റ്റ് ആയിട്ടൊക്കെ ഇരിക്കും. അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള കുഴക്കട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും എൻ്റെ ഒരു റെസിപ്പീസൊക്കെ ഇഷ്ടമായിട്ടുണ്ടെന്ന് കരുതുന്നു. ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കൂടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് ബോക്സിലൂടെ എന്നെ അറിയിക്കാവുന്നതാണ്. അടുത്ത നല്ലൊരു റെസിപ്പിയായിട്ട് കാണുന്നത് വരേക്കും ടേക്ക് കെയർ, ബൈ.